അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ ഒരു ദീനി സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻദല അൽ ഉസൈദി റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം അദ്ദേഹത്തെ കാണാനിടയായി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതി വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബിയാണ് ഹൻദല റളിയല്ലാഹു അൻഹു. അപ്പം അങ്ങനെ കണ്ട സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻദലയോട് ചോദിക്കാണ്, കൈഫ അൻത യാ ഹൻദല, ഹൻദല എന്താണ് നിങ്ങളുടെ വർത്താനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻദല റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഹൻദല റളിയല്ലാഹു അൻഹു ഉടനെ കൊടുത്ത മറുപടി നാഫഖ ഹൻദല, ഹൻദല മുനാഫിക്കായിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയാണ്, സുബ്ഹാനല്ലാഹ് മാ തഖൂൽ, നിങ്ങൾ എന്താ ഹൻദല നിങ്ങൾ പറയണത്, നിങ്ങൾ മുനാഫിക്കായി എന്നോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹി എഴുതി വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് താങ്കൾ, എന്നിട്ട് നിങ്ങൾ മുനാഫിക്കായി, നിങ്ങളിൽ നിഫാഖ് ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പം അതിന്
ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, നകൂനു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന ഹത്താ കഅന്ന റഅയു ഐനിൻ. നമ്മൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സദസ്സിലിരുന്ന് പ്രവാചകൻ നരകത്തെ വിശദീകരിക്കുമ്പോൾ സ്വർഗത്തെ വിശദീകരിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണാൻ വല്ലാത്തൊരു ഈമാൻ ആ സമയത്ത് നമുക്കുണ്ട്. എന്നാൽ സ്വഹാബി പറയാണ്, ഫഇദാ ഖറജ്നാ മിൻ ഇൻദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സദസ്സിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോയാൽ അഫസ്നൽ അസ്വാജ വൽ ഔലാദ വദ്ദൈഹാത ഫനസീനാ കതീറൻ, നമ്മൾ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് നമ്മുടെ ഭാര്യമാരുടെ അരികിലേക്ക്, നമ്മുടെ മക്കളുടെ അരികിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിൻ്റെ പല തിരക്കിലേക്കും പോകുമ്പോൾ അതൊക്കെ നമ്മൾ മറക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈമാൻ ഉണ്ടല്ലോ, അത് നമുക്ക് പലപ്പോഴും ലഭിക്കണില്ല. അപ്പോൾ അതൊരു നിഫാഖല്ലേ, അതൊരു കാപട്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ മുനാഫിക്കാണ് എന്ന് പറയാനുള്ള കാരണമെന്ന് ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കും ഇതേപോലെ പ്രശ്നമുണ്ട്. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് കാര്യം തിരക്കാണ്, നബിയെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം നാം മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം, ഈ ഹൻദല റളിയല്ലാഹു അൻഹു ആരാണ്? അഥവാ മലക്കുകളുടെ കൂട്ടം, സ്വഹാബിമാരുടെ കൂട്ടത്തിൽ മലക്കുകൾ മയ്യത്ത് കുളിപ്പിച്ച ഏക സ്വഹാബി ഹൻദല റളിയല്ലാഹു അൻഹു ആണ്. ഈ സ്വഹാബിയാണ് പറയുന്നത്, ഞാനൊക്കെ മുനാഫിക്കാണ്, എൻ്റെ ജീവിതത്തിലൊക്കെ നിഫാഖ് ഉണ്ട് എന്നുള്ളത്. ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തിൽ വളരെയധികം ഭയപ്പെടേണ്ട ഒരു സ്വഭാവമാണ് നിഫാഖ് എന്നുള്ളത്. അഥവാ മനസ്സിൻ്റെ ഉള്ളിൽ കുഫറും പ്രത്യക്ഷത്തിൽ ഈമാനും പ്രകടിപ്പിക്കുന്ന രീതിക്കാണ് നിഫാഖ് എന്ന് പറയാം. പണ്ഡിതന്മാരായ ആളുകൾ പറയാണ്, നിഫാഖ് എന്ന അറബി പദം അന്നാഫിക്ക എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് അത് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അഥവാ അന്നാഫിക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ജീവിയാണത്. ആ ജീവിയുടെ പ്രത്യേകത അത് അതിൻ്റെ മാളത്തിൽ പ്രവേശിക്കാൻ ധാരാളം കുഴികൾ ഉണ്ടാക്കും, വ്യത്യസ്ത കവാടങ്ങൾ അതിനുണ്ടാകും. അപ്പോൾ ഈ ജീവിയെ പിടിക്കാൻ വേണ്ടി വേട്ടക്കാരനായ ആള് ആ മാളത്തിലേക്ക് കൈയിട്ടാൽ മറ്റേ കുഴിയിലൂടെ, മറ്റേ മാളത്തിലൂടെ അത് പുറത്തേക്ക് പോകും. അതാണ് ഈ ജീവിയുടെ പ്രത്യേകത. എന്നിട്ട് അവർ പറയാണ്, ഇതേപോലെയാണ് മുനാഫിക്കും. മുനാഫിക്ക് ഒരു വാതിലിലൂടെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കും, മറുവാതിലിലൂടെ ഇസ്ലാമിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് മുനാഫിക്കിന് ആ പേര് വരാനുള്ള കാരണം. പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞു, അൻ നിഫാഖ്, നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇബ്താനുൽ കുഫ്രി വ ഇദ്ഹാറുൽ ഈമാൻ, ഉള്ളിൽ കുഫറും പ്രകടമായി പ്രത്യക്ഷത്തിൽ ഈമാനുമായിട്ട് നടക്കുന്ന ആളുകളാണ് മുനാഫിക്കീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? കുഫാറുകളെക്കാൾ മുശ്രിക്കീങ്ങളെക്കാളും ഇസ്ലാമിന് എതിരെ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കുഫാറായ അവിശ്വാസിയായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുശ്രിക്കായ മനുഷ്യൻ, അയാൾ ഇസ്ലാമിനെതിരെ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളാണ്, അയാളുടെ പക്കൽ നിന്ന് ഇതുണ്ടാവുള്ളൂ, നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരു മുനാഫിക്കായ വ്യക്തിയുടെ അരികിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം മുനാഫിക്ക് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നിസാഇൻ്റെ 145-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, തീർച്ചയായും മുനാഫിക്കീങ്ങളായ ആളുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. നരകത്തിന് 7 തട്ടുകളാണുള്ളത്. ആ 7 തട്ടുകളിൽ താഴെ തട്ടിലേക്ക് പോകും തോറും ശിക്ഷയുടെ കാഠിന്യം കൂടുകയാണ്. അപ്പം നമ്മൾ ഒരു തീ കത്തിച്ചാൽ ആ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്താണോ താഴ്ഭാഗത്താണോ തീയിൻ്റെ കാഠിന്യം കൂടുക? സ്വാഭാവികമാണ്, താഴ്ഭാഗത്തേക്കാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, നരകത്തിൻ്റെ അടിത്തട്ടിലാണ് ആരെ? മുനാഫിക്കീങ്ങളായ ആളുകൾ. എന്നാൽ കുഫാറുകളായ ആളുകളെ കുറിച്ചോ മുശ്രിക്കീങ്ങളായ ആളുകളെ കുറിച്ചിട്ടോ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം എടുത്ത് പറഞ്ഞത് ആരെയാണ്? മുനാഫിക്കീങ്ങളായ ആളുകളാണ് നരകത്തിൻ്റെ അടിത്തട്ടിൽ. അഥവാ താഴെ തട്ടിലേക്ക് പോകും തോറും ചൂടിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള വിഭാഗമാണ് മുനാഫിക്കീങ്ങളായ ആളുകൾ. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകളായ ആളുകൾ പറഞ്ഞതായി കാണാൻ കഴിയും, മുനാഫിക്കീങ്ങൾ അഗ്നിയിൽ അവർ നരകത്തിൽ പ്രവേശിച്ചാൽ അഗ്നി കൊണ്ടുള്ള ഒരു ശവപ്പെട്ടി അവർക്ക് പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാണ്. എന്നിട്ട് ആ ശവപ്പെട്ടിയിലായിരിക്കും ഈ മനുഷ്യന്മാരെ അതിൽ കടത്തുക. ആ ശവപ്പെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൻ്റെ മുകൾ ഭാഗം ആണി കൊണ്ട് അടിച്ചതായിരിക്കും. ഒരു നിലക്കും അതിന്ന് പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു നിലക്കും അതിൽ നിന്ന് പിന്നെ ഒരു ആശ്വാസം കൊള്ളാനോ മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് കഴിയുകയില്ല. അങ്ങനെ ആ ശവപ്പെട്ടിയിൽ, നരകത്തിൻ്റെ അടിത്തട്ടിലുള്ള ശവപ്പെട്ടിയിൽ കടന്ന് ആവർത്തിച്ച് അവരെ കരിക്കപ്പെടും. അള്ളാഹു നമ്മളെ നിഫാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറയാണ് സൂറത്ത് നിസാഇന്റെ 142 ആയത്തിൽ നമ്മളെ പഠിപ്പിച്ചു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഊൻ. തീർച്ചയായും മുനാഫിക്കീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ വഞ്ചിക്കാൻ നോക്കുകയാണ്, അള്ളാഹുവിനെ പറ്റിക്കാൻ നോക്കുകയാണ്. ശരിക്കും അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത് എന്നുള്ളതാണ്. അതിനാൽ സഹോദരി സഹോദരന്മാരെ, നാം ശരിക്ക് ഭയപ്പെടേണ്ട വിഷയങ്ങളിലൊന്നാണ് നിഫാക്ക് പറയുന്ന എൻ്റെ ജീവിതത്തിലോ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് താബിഈ പണ്ഡിതൻ ഹസനുൽ ബസരി റഹ്മഹുള്ള പറഞ്ഞ വളരെ മനോഹരമായൊരു വാക്കുണ്ട്. അദ്ദേഹം നിഫാക്കിനെ കുറിച്ച് പറയാണ്, മഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. മുഅ്മിനല്ലാതെ നിഫാക്കിനെ ഭയപ്പെടൂല. അഥവാ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ മാത്രമേ അവൻ നിഫാക്കിനെ പേടിക്കുള്ളൂ. അപ്പം നമ്മൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ എന്ത് ചെയ്യും? റബ്ബേ, എൻ്റെ ജീവിതത്തിൽ നിഫാക്കുണ്ടോ, ഞാൻ മുനാഫിക്കാണോ എന്ന പേടി ഉണ്ടാകുന്നത് ആർക്ക് മാത്രമാണ്? യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന് മാത്രമാണ്. എന്നാൽ വല അമിനഹു ഇല്ലാ മുനാഫിക്കുൻ. മുനാഫിക്കല്ലാതെ അതിനെക്കുറിച്ച് നിർഭയനായിരിക്കില്ല. അഥവാ മുനാഫിക്കൻ യഥാർത്ഥ മുനാഫിക്കാണെങ്കിലോ അവന് നിഫാക്കിനെ കുറിച്ചിട്ട് ഒരു പേടി ഉണ്ടാകില്ല. റബ്ബ്, എൻ്റെ ജീവിതത്തിൽ നിഫാക്കുണ്ടോ, നിഫാക്കിൻ്റെ അടയാളങ്ങളുണ്ടോ, നിഫാക്കിൻ്റെ സ്വഭാവമുണ്ടോ, നിഫാക്കിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന ചിന്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്നാൽ നിഫാക്കിനെ കുറിച്ച് ഭയപ്പെടുക മുഅ്മിനായ മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ റബ്ബേ ഞാൻ മുനാഫിക്കാണോ, എനിക്ക് നിഫാക്കിൻ്റെ സ്വഭാവം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനാണ്. അതിനെ പറ്റിയിട്ട് യാതൊരു ചിന്തയില്ലെങ്കിൽ ഞാനൊക്കെ ഏറ്റവും നല്ല ഉഷാറായ ആളാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിലോ അത് വളരെ ഗൗരവമുണ്ട് എന്നാണ് ഹസനുൽ ബസരി റഹ്മഹുല്ല പറഞ്ഞത്. മഹാനായ താബിഈ പണ്ഡിതൻ ഇബ്നു അബി മുലൈക അദ്ദേഹം പറയാണ്, അദ്റക്തു 30 മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരിൽ 30ഓളം സ്വഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു അബി മുലൈക പറയാണ് 30ഓളം സ്വഹാബത്തിനെ. ആ 30ഓളം സ്വഹാബത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇങ്ങനെ പ്രഗത്ഭന്മാരായ പല സ്വഹാബത്തും ആ 30 ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ഈ 30 സ്വഹാബിമാരുടെ ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? കുല്ലുഹും യഖാഫുൻ നിഫാക അലാ നഫ്സിഹി. തൻ്റെ ജീവിതത്തിൽ നിഫാക്ക് ഉണ്ടോ എന്ന് ഭയപ്പെട്ടവരാണ് അവരെല്ലാവരും. അഥവാ 30ഓളം സ്വഹാബത്തിനെ ഇബ്നു അബി മുലൈക എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ കണ്ടു. അവരെല്ലാവരും ഭയപ്പെട്ടത് റബ്ബേ എൻ്റെ ജീവിതത്തിൽ നിഫാക്ക് ഉണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മമിൻഹുൻ അഹദുൻ യഖൂൽ. അവരിൽ ഒരാളും പറയുന്നില്ല. എങ്ങനെ? ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വ മീകായിൽ. അഥവാ മീകായിലിൻ്റെയും ജിബ്രീലിൻ്റെയും ഈമാനാണ് എനിക്ക് എന്നെന്ത് ചെയ്യുന്നില്ല, ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല. അഥവാ അത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ഭയപ്പെട്ട വിഷയമാണ് നിഫാക്ക്. നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രഹസ്യങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോടാണ്. അദ്ദേഹത്തോട് മദീനയിലെ 50ഓളം മുനാഫിക്കീങ്ങളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു എന്നത് ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ അറിഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫയോട് പോയി ചോദിക്കാണ്, ഹുദൈഫ ഹൽ സമ്മാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിക്കീങ്ങളായ ആളുകളുടെ പേര് പ്രവാചകൻ 50 ആളുകളുടെ പേര് എന്നോട് പറഞ്ഞിട്ടില്ലേ? ആ 50 ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ പേരെങ്ങാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ടോ എന്ന് ആരാ ചോദിക്കണത്? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ മനസ്സിലാക്കണം ആരായിരുന്നു ഉമർ. റബിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു വീട്ടിലേക്ക് അദ്ദേഹം രാത്രി കയറി പോണത് ഞാൻ കണ്ടു. എനിക്ക് വല്ലാത്ത ആശ്ചര്യം. ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു വീട്ടിലേക്കാണ് ഉമർ രാത്രി കയറി പോണത്.
സ്വാഭാവികമാണ്, എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നു. എന്തിനാണ് ഉമർ ഇപ്പോൾ ഈ രാത്രി അവിടേക്ക് പോകാനുള്ള കാരണം? ഞാൻ അവിടെ തന്നെ കാത്തിരുന്നു. പിറ്റേന്ന് സുബഹിൻ്റെ ആകുന്ന സമയത്താണ് ഉമർ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത്. റബിയ റളിയല്ലാഹു അൻഹു പറയാണ്, സുബഹി നമസ്കാരത്തിന് ശേഷം നേരം പുലർന്നപ്പോൾ ഉമർ തലേന്ന് പോയ ആ വീട്ടിലേക്ക് ഞാൻ പോയി. ഞാൻ വാതിൽ മുട്ടി അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ അവിടെ കണ്ടത് ഒരു വിരിപ്പിൽ വളരെ പ്രായം ചെന്ന ഒരു വൃദ്ധയായ ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, ഇന്നലെ രാത്രി ഇവിടെ വന്ന ഒരു വ്യക്തിയില്ലേ, അതാരാണ് ഉമ്മ? ആ ഉമ്മ കൊടുത്ത മറുപടി, മോനെ അതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാ ദിവസവും ആ മോൻ എൻ്റെ വീട്ടിലേക്ക് വരും. എനിക്ക് ഭക്ഷണം പാകം ചെയ്ത് എൻ്റെ വായിൽ എനിക്ക് വെച്ച് തരും. എൻ്റെ മലവും മൂത്രമൊക്കെ ഈ ബെഡിൽ തന്നെയാണ് പോകാറുള്ളത്. എനിക്ക് എന്നെ നോക്കാൻ വേറെ ആരുമില്ല. എൻ്റെ കുട്ടി വന്ന് അതൊക്കെ വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് സുബഹിൻ്റെ സമയമാകുമ്പോൾ തിരിച്ചു പോകും. റബിയ റളിയല്ലാഹു അൻഹു രണ്ടാമത് ചോദിക്കണം, ഉമ്മ, എല്ലാ ദിവസവും വന്ന് നിങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ആ വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ പേരെന്താണ് ഉമ്മ? ആ ഉമ്മ പറയാണ്, ഞാനും എൻ്റെ ആ മോനും തമ്മിൽ പിണങ്ങുന്ന വിഷയം അത് ഈ വിഷയത്തിലാണ്. ഞാൻ എന്ന് അവനോട് പേര് ചോദിച്ചിട്ടുണ്ടോ അന്ന് അവൻ എന്നോട് പിണങ്ങിയിട്ടുണ്ട്. റബിയ റളിയല്ലാഹു അൻഹു കണ്ണ് നിറഞ്ഞ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ, ആ മോൻ ആരാന്നറിയോ? 20 ഭൗതിക സാമ്രാജ്യത്തെയും ഒരാത്മീയ സാമ്രാജ്യത്തെയും തൻ്റെ കാൽക്കയിൽ അടക്കി ഭരിക്കുന്ന ഉമർ എന്ന ചക്രവർത്തിയാണ് രാത്രി ആരും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഉദൈഫ, എൻ്റെ പേരെങ്ങാനും മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം അവരൊക്കെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എത്രത്തോളം ഭയപ്പെടണമെന്ന് ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിഫാഖ് 2 രൂപത്തിലാണുള്ളത്. ഒന്ന് വിശ്വാസപരമായ നിഫാഖ്, 2 കർമ്മപരമായ നിഫാഖ്. മഹാനായ പണ്ഡിതൻ അദ്ദത്തൂർ സഈദ് ബിൻ അലി ബിൻ വഹ്ഫ് അൽ ഖഹ്താനി ലോകമറിയപ്പെട്ട പണ്ഡിതനാണ്. സ്വലാത്തുൽ മുഅ്മിൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഗ്രന്ഥത്തിൻ്റെ ഒക്കെ മുഅല്ലിഫാണ് ഈ പണ്ഡിതൻ. നമ്മൾ പള്ളിയിൽ പോണ സമയത്തൊക്കെ പള്ളിയിൽ ദിക്റിൻ്റെ ഒരു ചെറിയൊരു ചുവപ്പ് കളർ പുസ്തകം ഉണ്ടാകും, ഹിസ്നുൽ മുസ്ലിം എന്ന് എഴുതിയിട്ടുള്ള. ആ പുസ്തകത്തിൻ്റെ മുഅല്ലിഫും ഇമാം ഖഹ്താനിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് നൂറുൽ ഈമാനി വദുലുമാത്തിൻ നിഫാഖി ഫീ ളൗഇൽ കിതാബി വസുന്ന. ഈ കിതാബിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്, നിഫാഖിനെ കുറിച്ച് വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ കിതാബിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ക്ലാസ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി പറയാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മഹാനായ ഇമാം ഖഹ്താനി റഹ്മഹുല്ലാഹ് പറയാണ്, അമ്മൽ ഇഅ്തിഖാദിയു ഫഹുവ 6 അൻവാഇൻ. വിശ്വാസപരമായ നിഫാഖ് എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ്, 6 രൂപത്തിലാണ്. ഒരാൾ യഥാർത്ഥ മുനാഫിക്കാണോ എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ 6 എണ്ണമാണ്. ഈ 6 എണ്ണം ഒരാളിൽ ഉണ്ടായാൽ അയാൾ യഥാർത്ഥ മുനാഫിക്കാണ്. ഇതിൽ ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറയാണ്, അഥവാ ഇതിലേതെങ്കിലും ഒന്ന് ഒരാളിൽ ഉണ്ടായാൽ അവന് ദീനിന്ന് പുറത്താണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഞാനിത് ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു, ഇന്ന് നിഫാഖിൻ്റെ വിഷയമാണ്, വിശ്വാസപരമായ കാര്യങ്ങളും കർമ്മപരമായ വിഷയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ ചോദിച്ച വിഷയമാണ്, നമ്മളിതൊക്കെ കർമ്മപരമായ നിഫാഖല്ലേ ഉണ്ടാകുള്ളൂ, വിശ്വാസപരമായ നിഫാഖ് നമ്മളിൽ ഉണ്ടാകുമോ? എന്നാൽ ഈ 6 പോയിന്റ്, ഈ 6 രൂപം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആലോചിക്കുക, വിശ്വാസപരമായ നിഫാഖ് പറയുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ വിശ്വാസപരമായ നിഫാഖായിട്ട് ഇമാം ഖഹ്താനി റഹ്മഹുല്ലാഹ് പറയാണ്, തക്ദീബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക എന്നുള്ളതാണ്. നബിയുടെ വാക്കുകൾ സ്വീകരിക്കാതിരിക്കുക, നബി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നബി ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് പ്രവർത്തിക്കുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് നൂറിൻ്റെ 47-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂൽ വഅതഅനാ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക്. അഥവാ അവർ പറയും, ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും അനുസരിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പറയും. പക്ഷേ പിന്നെ അതിന് ശേഷം അവരൊരു വിഭാഗം ചെയ്യും, ദീനിൽ നിന്നൊക്കെ തെറ്റിപ്പോകും. അല്ലാഹു പറയാണ്, വമാ ഉലൈക ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിച്ചാൽ, അവരിൽ വിളിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? അപ്പോഴത് അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു കളയുന്നുള്ളതാണ്. എന്നിട്ട് ഈ ആയത്തിന് ശേഷം 49-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്,
ന്യായം അവർക്ക് അനുകൂലമാണെങ്കിൽ അവർ അദ്ദേഹത്തിൻ്റെ അഥവാ റസൂലിൻ്റെ വാക്കിനെ വിധേയത്തോടുകൂടി സ്വീകരിക്കും. അഥവാ ഈ പോയിന്റ് എന്താണെന്നറിയോ? അവർക്ക് അനുകൂലമായി, ഒരു വിഭാഗം ആളുകൾക്ക് അനുകൂലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കണതെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി, താഴ്മയോടെ, വിധേയത്തോടുകൂടി അവർ നബിൻ്റെ അരികിലേക്ക് വരും. എന്നാൽ അവർക്ക് ഇഷ്ടമല്ലാത്ത വിഷയങ്ങളാണോ പ്രവാചകനും ദീനും പറയണത്, അപ്പോൾ അവർക്ക് ദീനായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകില്ല. അപ്പോൾ അവർ പറയും, ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട, അയാൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ആ വിഷയത്തിൽ അയാൾ അല്ലാഹുവിനും റസൂലിനെ അനുസരിക്കും. എന്നാൽ അയാൾക്ക് ഇഷ്ടമല്ലാത്ത, അയാളുടെ സാമ്പത്തികപരമായിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വന്നാലോ, അപ്പോൾ അയാൾക്ക് ദീനും വേണ്ട, റസൂലും വേണ്ട, അള്ളാഹും വേണ്ട. വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെ അയാളുടെ വിരുദ്ധമായിട്ട്, അയാളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ദീനി വിഷയങ്ങൾ വന്നാൽ അയാൾ പറയും, ഇതെൻ്റെ വ്യക്തിപരമായ വിഷയമാണ്, അത് ഇസ്ലാം ഇടപെടണ്ട. ഇതെൻ്റെ കുടുംബപരമായ വിഷയമാണ്, ഇതെൻ്റെ രാഷ്ട്രീയപരമായ വിഷയം, എൻ്റെ പാർട്ടി ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് അതിനപ്പുറം ഒന്നുമില്ല, ഇതിൻ്റെ പേഴ്സണൽ കാര്യമാണ്, അവിടെ റസൂലുള്ള ഇടപെടണ്ട, അവിടെ ദീൻ ഇടപെടണ്ട, അവിടെ അള്ളാഹുവിൻ്റെ അഭിപ്രായം എനിക്കറിയണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. സാമ്പത്തിക രംഗം വന്നാൽ ആ വിഷയത്തിൽ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കും. എന്നാൽ അവൻ്റെ സാമ്പത്തിക വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വിധി വന്നാലോ, അപ്പോൾ അവന് റസൂലുള്ളാഹിനെ വേണ്ട. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ, നെരിയാണിക്ക് താഴെ നിങ്ങൾ വസ്ത്രം ധരിക്കരുത്, അത് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഒരു ചാണ് വലുപ്പത്തിലാണല്ലോ അള്ളാഹു സ്വർഗ്ഗ നരകത്തിന് തീരുമാനിക്കുക. അങ്ങനെ ഒരു ചാണ് വിഷയത്തിൽ നരകം വിധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നരകം മതി. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവത്തിലാണ്! താടിൻ്റെ വിഷയം വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ താടി നീട്ടി വളർത്തണം. അപ്പം ന്യായമാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, എൻ്റെ ഓഫീസിലെ പ്രശ്നമാണ്, എനിക്ക് ചൊറിച്ചിലാണ്. ഒരാളിനോട് പറഞ്ഞതാണ്, എനിക്ക് താടി വെച്ചാൽ ഇവിടെ ചൊറിച്ചിലാണ്. ശരിക്കും അവൻ്റെ താടിയിലല്ല ചൊറിച്ചിൽ, അവൻ്റെ ഹൃദയത്തിലാണ് ചൊറിച്ചിൽ. എന്നാൽ അവന് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സിനിമാ താരം, ഒരു കായിക താരം താടി വെച്ചാൽ അപ്പോൾ അവൻ ഓഫീസിലൊരു പ്രശ്നമല്ല, അവൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമല്ല, അവൻ്റെ മക്കൾക്ക് പ്രശ്നമല്ല. അപ്പം അവൻ യഥാർത്ഥത്തിൽ ആരെയാണ് പിൻപറ്റുന്നത്? നമ്മൾ ആലോചിക്കണം. വിശ്വാസപരമായ നിഫാഖിൽ ഒന്നാമതായിക്കൊണ്ട് ഇമാം കഹ്താനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, തക്ദീബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക എന്നുള്ളതാണ്. അള്ളാഹു അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിശ്വാസപരമായ നിഫാഖ് തക്ദീബു ബഅദു മാ ജാഅ ബിഹി റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ചില വിഷയങ്ങളിൽ കളവാക്കുക. എല്ലാം കളവാക്കൂല, പ്രവാചകൻ കൊണ്ടുവന്ന ചില വിഷയങ്ങളോട് ഒരു വെറുപ്പുണ്ടാകുക, ആ വിഷയങ്ങളെ കളവാക്കുക. ഉദാഹരണം പറഞ്ഞാൽ അനന്തരാവകാശ നിയമം. ചില ആളുകളൊക്കെ പറയും ഇസ്ലാമിലെല്ലാം ശരിയാണ്, പക്ഷേ പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീക്ക്, ആ ഒരു വിഷയം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാര്യമൊക്കെ ശരി തന്നെയാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷേ സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീക്ക് എന്നുള്ളത്, അത് എന്തോ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ നിയമങ്ങൾ, പുരുഷന്മാർക്ക് വേറെ നിയമം, സ്ത്രീകൾക്ക് മറ്റു ചില പ്രത്യേക വിഷയങ്ങളിലൊക്കെ നിയമങ്ങൾ, അതെന്തോ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ ഒരാൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുക വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് കഴിക്കാനുള്ള നിർബന്ധമുള്ള വിഷയമൊന്നല്ല. എന്നാൽ ഒരാൾക്ക് അത്യാവശ്യമായിട്ട് വന്നാലോ, ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇസ്ലാമിൽ എല്ലാ നിയമവും ഒക്കെയാണ്, പക്ഷെ ഒന്നിൽ കൂടുതൽ കിട്ടുക, ഒന്നിൽ കൂടുതൽ വിവാഹം എന്നുള്ളത് അതെന്തോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതെന്തോ എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. തൊലാഖിൻ്റെ വിഷയം അതെനിക്കങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ലോകത്തറിയപ്പെട്ട സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, സാമ്പത്തികമായി കൊണ്ട് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ, ആ ഭാര്യയും ഭർത്താവും അവർക്ക് ഒത്തുപോകാൻ കഴിയാതെ അവർ വന്നാൽ അവർ പറയും ഞങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അത് ആധുനിക കാലത്തിൻ്റെ സംസ്കാരമായി പറയുന്ന ആളുകൾ. എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് ഒരു നിലക്കും ഒത്തുപോകാൻ കഴിയാതെ വരികയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച് അവർക്ക് തൊലാക്കാകാം. തൊലാക്ക എന്ന് പറഞ്ഞാലോ അത് പാശ്ചാത്യ അത് പ്രാകൃത സംസ്കാരമായി കാണുന്ന ആളുകൾ. ഒരാൾ എനിക്ക് വേറൊരു രണ്ടാമതൊരു ഭാര്യനും കൂടി വേണം, രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിനെ മോശമായിട്ട് കാണുന്ന ആളുകൾ. സമൂഹം പോലും അത് രണ്ടാമത് 4 ആൾ കൂടി നിൽക്കുന്ന സമയത്ത് ഒരാൾ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തോ വലിയൊരു മഹാപാപം ചെയ്ത പോലെയാണ്. അതിനർത്ഥം ഇനി കാണുന്ന എല്ലാ ആളുകളും രണ്ടാമത് പോയി കല്യാണം കഴിക്കണമെന്നല്ല. പക്ഷേ ഇസ്ലാമിക നിയമത്തോട്, ഇസ്ലാമിക വിഷയങ്ങളോട് ഒരു വെറുപ്പുണ്ടെങ്കിൽ അത് നിഫാഖിൻ്റെ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ ഒരാളിപ്പോൾ രണ്ടാമത് കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. എന്നാൽ ഞാൻ ഇന്നാലിന്ന പെണ്ണുമായിട്ട് ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞാലോ അത് ആധുനിക സംസ്കാരം. എന്നാൽ ഒരാൾ രണ്ടാമത് വിവാഹം കഴിച്ചാലോ അത് പ്രാകൃത സംസ്കാരമായി കൊണ്ട് 6-ാം നൂറ്റാണ്ട് മസ് കിട്ടാത്തവരാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ. ഇതൊക്കെ പറയുന്നതാരാ? മുസ്ലിങ്ങളല്ല, മുസ്ലിം നാമധാരികളായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഖഹ്താനി റഹ്മത്തുള്ളാഹി പറയാണ്, വിശ്വാസപരമായ നിഫാഖിൽ മൂന്നാമത്തെ നിഫാഖ് എന്ന് പറഞ്ഞാൽ ബുഅ്ദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പുണ്ടാകുക, പ്രവാചകനോട് ദേഷ്യമുണ്ടാകുക. മുനാഫിക്കുകൾക്ക് നബിയോട് കടുത്ത വെറുപ്പായിരുന്നു. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് മദീനയിൽ നടന്ന യുദ്ധമാണ് ബുആസ് യുദ്ധം. ആ ബുആസ് യുദ്ധത്തിൽ മദീനയിലെ മുതിർന്ന നേതാക്കന്മാരായ ആളുകളൊക്കെ മരണപ്പെട്ടു. പിന്നെ അവരുടെ കൂട്ടത്തിൽ കുറച്ച് കാര്യഗൗരവം ഉണ്ടായിരുന്നു, പ്രായത്തിലും സ്ഥാനത്തിലൊക്കെ പിന്നെ അവരിൽ പ്രാധാന്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ അവരുടെ നേതാവായ ഖലീഫയായി കൊണ്ട് തീരുമാനിക്കാൻ നിൽക്കുന്ന സമയത്താണ് ആര് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ അവസരം അയാൾക്ക് നഷ്ടമായി. ആ കാരണം കൊണ്ട് തന്നെ തീരാത്ത പകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് ഉണ്ടായിരുന്നത്. അല്ലാഹു പറയാണ്, നബിയെ, നിങ്ങളെ മുനാഫിക്കീങ്ങളായ ആളുകൾ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ പറയും, നബിയെ, ഞങ്ങളൊക്കെ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വഇദാ ലഖൂകും ഖാലു ആമന്ന വഇദാ ഖലൗ അഅല്ലു അലൈക്കുമുൽ അനാമില മിനൽ ഗൈർ. നബി, അവരൊറ്റക്കായാലോ നിങ്ങളോടുള്ള ദേഷ്യം കാരണം, നിങ്ങളോടുള്ള വെറുപ്പ് കാരണം അവരവരുടെ വിരല് കടിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, നബി, നിങ്ങളെ കാണുന്ന സമയത്ത് മാന്യന്മാരായിട്ട് പറയും, നബി, ഞങ്ങളൊക്കെ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്നാൽ അവർ ഒറ്റക്കാകുന്ന സമയത്ത് നിങ്ങളോടുള്ള വെറുപ്പ് കാരണം അവരവരുടെ വിരല് കടിക്കാണ്. അള്ളാഹു അവർക്ക് മറുപടി കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? സാധാരണ അങ്ങനെ ഒരു പദപ്രയോഗം അള്ളാഹു പറയാറില്ല. അള്ളാഹു പറയാണ്, ഖുൽ മൂതു ബിഗൈദിക്കും, നിങ്ങൾ അരിശം കൊണ്ട് നിങ്ങൾ പോയി മരിച്ചോളി, ഒരു കുഴപ്പമില്ല. മുനാഫിക്കും കൂടെ അള്ളാഹ് പറഞ്ഞ വാക്ക്, പോയി ചത്തോളി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ് വെച്ചു എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ ഹബീബിന് ഒന്നും വരാൻ പോണില്ല. നിങ്ങൾക്കാണ് നഷ്ടം, നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നുണ്ട് എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ മുനാഫിക്കീങ്ങളായ ആളുകളുടെ വിശ്വാസപരമായ വിഷയങ്ങളിൽ മൂന്നാമതായി കൊണ്ട് ഇമാം ഖഹ്താനി റഹ്മത്തുള്ളാഹി എന്നീ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വെറുപ്പ്. നാലാമത് അദ്ദേഹം പറയാണ്, ബുഅ്ദു ബഅ്ദു മാ ജാഅ ബിഹി റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അവൻ്റെ ദീനിലെ ചില കാര്യങ്ങളോട് വെറുപ്പുണ്ടാകുക. എല്ലാ കാര്യങ്ങളോടല്ല, ചില കാര്യങ്ങളോട് എന്ത് ചെയ്യുക? വെറുപ്പുണ്ടാകുക. ചില ആളുകൾ പറയുന്നൊരു വാക്കാണ് പലിശ. അത് ഹറാമാക്കിയത് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പലിശ ഇല്ലാതെ ജീവിക്കുക? ബാങ്കുമായിട്ട് ഇടപെടാതെ എങ്ങനെ ജീവിക്കുക? ഒരു വീട് വെക്കാൻ, ഒരു വാഹനം വാങ്ങാൻ, ഒരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ ബാങ്കുമായി ഇടപെടാതെ ഒരാൾക്ക് എങ്ങനെയാണ് കഴിയുക? എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു സഹോദരൻ വീട് വെക്കുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അയാളോട് സംസാരിക്കാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കാണ്, ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുക? നിങ്ങൾ കുറച്ച് ആളുകൾ പലിശ പാടില്ല, പലിശ ഹറാമാണ്, അത് വലിയ തെറ്റാണെന്നൊക്കെ പറയും. എന്നാൽ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ എങ്ങനെയാണ് പലിശ അല്ലാതെ ജീവിക്കാൻ കഴിയുക? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന നിയമങ്ങളോട് വെറുപ്പ് കാണിക്കുന്ന ആളുകൾ, ഹജ്ജിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ. എന്തിനാണ് ഹജ്ജ്? കുറേ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് 10,000 ലക്ഷക്കണക്കിന് ബലിമൃഗങ്ങൾ അറുത്ത് ആ തെക്കിലും തിരക്കിലും പെട്ട് തവാഫും സഅയൊക്കെ ചെയ്ത് ആ കിട്ടുന്ന പണം ഒരു പാവപ്പെട്ട വ്യക്തി കൊടുത്താൽ എത്ര നന്നായിരുന്നു. എന്തിനാണ് ഈ വെറുതെ ലക്ഷക്കണക്കിന് പണമൊക്കെ മുടക്കിയിട്ട് ഇവിടുന്ന് മക്കത്തും മദീനത്തേക്കൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞ ദീനി വിഷയങ്ങളോട് വെറുപ്പ് കാണിക്കുന്ന ആളുകൾ നിഫാഖിൻ്റെ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ ഇസ്ലാം മതത്തെയും ദീനി വിഷയങ്ങളെയും കളിയാക്കുന്ന ആളുകൾ, അത് വളരെ ഗൗരവത്തിലാണ് നാം ആലോചിക്കേണ്ടത്. ഒരാൾ ദീനിലെ മതവിധികൾ പിൻപറ്റുന്ന വിഷയത്തിൽ അയാളെ മറ്റുള്ള ആളുകൾ കളിയാക്കിയാൽ അവന് ദീനിനെയാണ് കളിയാക്കുന്നത്. ഒരാൾ അത്യാവശ്യം ചിലപ്പോൾ അത്രത്തോളം ശ്രദ്ധ ഒന്നുമില്ലാതെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കാണിച്ചതൊന്നുമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഏതോ ഒരു പ്രസംഗം കേട്ട് അയാളുടെ മനസ്സിൽ ചില വാക്കുകൾ സ്വാധീനം ചെലുത്തി സുബഹിൻ്റെ മുമ്പ് എണീറ്റിട്ട് അയാൾ നിസ്കരിക്കുകയാണ്. സുന്നത്തും അതേപോലെ തന്നെ തഹജ്ജുദൊക്കെ നിസ്കരിക്കുമ്പോൾ കൂടെ കാണുന്ന ആളുകൾ, കൂട്ടുകാരായ ആളുകൾ പറയണം, ഓ നീ വല്ലാത്ത മുത്തഖിയാണ്. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട പദപ്രയോഗമാണ്. നീ വല്ലാത്ത ഖുർആനിൻ്റെ നടുക്കണ്ടം,
ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നാം ഏറ്റവും ഗൗരവത്തിൽ ആലോചിക്കണം. കാരണം ഒരാൾ ദീന് പിൻപറ്റുന്നു എന്ന വിഷയത്തിൽ അയാളെ കളിയാക്കിയാൽ ഉലമാക്കളായ ആളുകൾ പറയാണ് അവൻ കളിയാക്കുന്നത് ദീനിനെയാണ്, ചെറിയ വിഷയമല്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ തമാശയാക്കുന്ന ആളുകൾ, മതവിധികളെ കോമഡിയാക്കുന്ന ആളുകൾ, ഇത് ചെറിയൊരു വാക്കല്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്താ? നബിയെ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല, ഭാരമുള്ളൊരു വാക്കാണ് നബി നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളത്, കനപ്പെട്ട വാക്ക്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്നിരിക്കുന്ന സമയത്ത് വഹയി ഇറങ്ങിയാൽ ഭാരം കൊണ്ട് ഒട്ടകം മുട്ടുകുത്തുമായിരുന്നു. ഒരു സ്വഹാബി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കാലിൻ്റെ മേലെ കാലിങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു ദിവസം. എൻ്റെ കാല് താഴെ, മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല്. അപ്പോൾ പ്രവാചകൻ ആ സമയത്താണ് വഹയി ഇറങ്ങണത്. ആ വഹയി ഇറങ്ങുമ്പോൾ വഹയിൻ്റെ ഭാരം മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ താഴെയുള്ള എൻ്റെ കാലിങ്ങോട്ട് അമർത്തി. ഞാൻ കരുതി എൻ്റെ കാലിൽ എല്ല് പൊട്ടുമോ എന്നുള്ളത്, അത്രത്തോളം വേദന. അപ്പം അങ്ങനെ കനപ്പെട്ട വാക്കാണ് ദീനിലുള്ളത്. അതുകൊണ്ട് ദീനി വിഷയങ്ങൾ, ഹദീസുകൾ അത് നിസാരമല്ല, അത് തമാശയായി കാണേണ്ട വിഷയമല്ല. അഞ്ചാമതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മസറഹു ബിൻ ഖിഫാദി ദീനി റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിന് പരാജയം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന ആളുകൾ. ദീനിൽ എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ, ദീനി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പോരായ്മ കാണുമ്പോൾ അതിനാഘോഷിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഒരു പണ്ഡിതൻ്റെ ജീവിതത്തിൽ അയാൾ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അതങ്ങോട്ട് പർവ്വതീകരിച്ച് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പർവ്വതീകരിച്ച്, നീള താടിയുണ്ട്, വെള്ള കുപ്പായുണ്ട്, എന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകളാണല്ലോ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇവരൊക്കെയാണോ ദീനിൻ്റെ വക്താക്കളായ ആളുകൾ? ഇങ്ങനെയുള്ള ദീന് ഞാൻ സ്വീകരിക്കൂല എന്ന് പറയുന്ന ആളുകൾ, ആ വ്യക്തി ചെയ്ത കാരണത്തിൻ്റെ പേരിൽ ദീനിനെ കളവാക്കുന്ന ആളുകൾ, ദീനിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ. നമ്മൾ വളരെ ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പരാജയം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന ആളുകൾ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ഞാൻ ഒരാളായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആ സഹോദരനോട് ഇങ്ങനെ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കാണ്, ഫലസ്തീനികളുടെ വിഷയം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, അവർക്കൊക്കെ അങ്ങനെ തന്നെ വേണം, ഇതൊന്നും കിട്ടിയാൽ പോരാ. സുബ്ഹാനല്ലാഹ്, അയാൾ പറഞ്ഞൊരു വാക്കാണ്. എന്നാൽ അയാൾ പറഞ്ഞ അയാൾക്ക് അങ്ങനെ പറയാനുള്ള പ്രചോദനമാക്കിയ കാരണം എന്താണെന്നറിയോ? അയാൾ കുറേ കാലം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്. അയാളുടെ കൂടെ ജോലി ചെയ്ത ചില ഫലസ്തീനികളായ ആളുകൾ മോശപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവരുടെ സ്വഭാവത്തിന് ഇതൊന്നും കിട്ടിയാൽ പോരാ എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, അയാളുടെ കൂടെ ജോലി ചെയ്ത 1-2 ഫലസ്തീനികളായ ആളുകൾ മോശപ്പെട്ട ആളുകളായി എന്നുള്ള കാരണം കൊണ്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്ന വിഷയത്തിൽ മനസ്സിൽ ഒരു അലിവ് പോലും ഇല്ലാത്ത ആളുകൾ. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പരാജയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ, പലസ്തീനിൻ്റെ മണ്ണിൽ 10,000-കണക്കിന് പിഞ്ചു മക്കൾ മരണപ്പെടുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കടവും തോന്നാത്ത ആളുകൾ. നമ്മൾ ചില വീഡിയോസൊക്കെ കാണാറുണ്ട്, വാപ്പയും ഉമ്മയും മരിച്ച് മുഖത്ത് ചോരപ്പാടുകളായിട്ട് പല ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടുന്ന ചില 2, 3, 4 വയസ്സുള്ള കുട്ടികളുടെ വീഡിയോസ്. ആ കുട്ടികൾ കരയണ സമയത്ത് എന്തിനാ കരയണത് ചോദിക്കുമ്പോൾ വിശപ്പാണ്, പട്ടിണിയാണെന്ന് പറയാം. അവരുടെ കയ്യിൽ ഭക്ഷണത്തിൻ്റെ ഒരു പാക്കറ്റും ഒരു കളിപ്പാട്ടും കൊടുക്കുമ്പോൾ ആ കുട്ടികളുടെ മുഖത്തുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, സുബ്ഹാനല്ലാഹ്, ഈ കുട്ടികളുടെ ഭാവി ജീവിതം എന്താണ്? ഇപ്പോൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്. നമ്മൾ ഇന്ന് മരണപ്പെട്ടാലും നമുക്ക് സമാധാനിക്കാം. ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എൻ്റെ മകനെ, എൻ്റെ മകളെ നോക്കാൻ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, എൻ്റെ അനിയനുണ്ട്, എൻ്റെ വാപ്പയുണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്. എന്നാൽ 10,000-കണക്കിന് ആ മക്കളെ നോക്കാൻ ആരാണുള്ളത്? അള്ളാഹു അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബിൽ സാധാരണ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബറുടെ, ഒരു സ്ട്രീമറുടെ ഒരു വീഡിയോ കണ്ടു. അവൻ്റെ ലൈവിൽ നമ്മുടെ പല സഹോദരന്മാരായ ആളുകളും ആ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. അവൻ്റെ വീഡിയോ ലൈവിൽ കമൻറ്റിൽ ചില ആളുകളൊക്കെ വന്നിട്ട്, ചില കുട്ടികളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞ വാക്ക്, എൻ്റെ ലൈവ് കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ, എൻ്റെ ഫാൻസിൻ്റെ കൂട്ടത്തിൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. അതാരാ? മുസ്ലിം നാമധാരിയാണ്. ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അത് എൻ്റെ ഇസ്രായേലി സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിന് അത് ഇഷ്ടമാകൂല. അതുകൊണ്ട് ഞാൻ പറയില്ല. ഇതൊരു രാഷ്ട്രീയപരമായ വിഷയമാണ്. ആ രാഷ്ട്രീയപരമായ വിഷയങ്ങൾ ഞാൻ എൻ്റെ സംസാരത്തിൽ പറയില്ല. 10,000-കണക്കിന് ആ കുട്ടികളെ കൊല്ലുന്ന വിഷയത്തിലും അതൊക്കെ കേവലം ഒരു രാഷ്ട്രീയ വിഷയമായി മാത്രം കാണുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോസാണ് നമ്മുടെ മക്കളും കാണുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി കൊണ്ട് മാറ്റുമാറാകട്ടെ. 6ാമത്തെ പോയിന്റ്, അൽ കറാഹിയത്തുൽ ഇൻതിസാരി ദീനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിന് വിജയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ വെറുപ്പുണ്ടാകുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിന് സഹായം ലഭിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ എന്ത് ചെയ്യുക, വെറുപ്പ് കാണിക്കുന്ന, ആ വിഷയത്തിൽ മാനസികപരമായി അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകൾ, മുസ്ലിമീങ്ങൾ തമ്മിൽ ഐക്യം ചേരുമ്പോൾ അതിലെന്തോ വലിയ പ്രയാസം തോന്നുന്ന ആളുകൾ. ബനു മുസ്തലഖ് യുദ്ധത്തിന് ശേഷം നബിയും സ്വഹാബിമാരും പിന്നെ തിരിച്ച് മദീനയിലേക്ക് വരികയാണ്. ഒരു ഭാഗത്ത് അവരിറങ്ങിയ സമയത്ത് ഒരു അൻസാരിയായ സ്വഹാബി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മുഹാജിറായ സ്വഹാബി ഈ അൻസാരിയായ സ്വഹാബിൻ്റെ പുറകിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടി. തമാശക്ക് ചെയ്തതാണ്, പക്ഷെ അൻസാരിക്ക് അത് ഇഷ്ടമായില്ല. അൻസാരിയായ സ്വഹാബി ശക്തമായി കൊണ്ട് ദേഷ്യപ്പെട്ടു. രണ്ടുപേരും വലിയ തർക്കമുണ്ടായ സമയത്ത് അൻസാരിയായ സ്വഹാബി യാലൽ അൻസാർ, അൻസാരികളായ ആളുകൾ നിങ്ങൾ വരും, എന്നെ സഹായിക്കും എന്ന് വിളിച്ചു. മുഹാജിറായ സ്വഹാബി എന്ത് ചെയ്തു, മുഹാജിറുകളായ സ്വഹാബിമാരെയും വിളിച്ചു. ഇവരിങ്ങനെ പരസ്പരം പോർവിളി നടത്തുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നിട്ട് പറയാണ്, മാ ബാലു ദഅവ അഹ്ലുൽ ജാഹിലിയ, ഇതൊക്കെ ജാഹിലിയത്തിലെ പോർവിളികളാണ്, ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുക, ഇതൊക്കെ മോശമാണ്. അങ്ങനെ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി, സുൽഹുണ്ടാക്കി, അവരെ രണ്ടുപേരെയും മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. അപ്പോൾ ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോൾ പ്രശ്നമുണ്ടായ രണ്ട് സമൂഹത്തിനിടയിൽ രഞ്ജിപ്പുണ്ടാക്കിയപ്പോൾ അവർ ഒന്നിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ ആർക്ക് കഴിയുന്നില്ല, മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് കഴിയുന്നില്ല. ആ യുദ്ധത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലുണ്ട്. നബി അങ്ങോട്ട് പോയപ്പോൾ അയാൾ എണീറ്റിട്ട് പറയാണ്, പിന്നെ നമുക്കെതിരെ തിരിയാനൊക്കെ മുഹാജിറുകളായ ആളുകളായില്ലേ, അപ്പോൾ ഇവരൊക്കെ അൻസാരികളാണ്, അപ്പോൾ നമുക്ക് ഇവർ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് വന്ന ആളുകളാണ്, ഇപ്പോൾ നമുക്കെതിരെ തിരിയാനൊക്കെ മുഹാജിറുകളായ ആളുകളായില്ലേ, നമ്മൾ മദീനയിലെത്തിയ ഉടനെ തന്നെ ഈ ആളുകൾ മുഴുവൻ മദീനത്ത് നമ്മൾ പുറത്താക്കും. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ സുൽഹുണ്ടാക്കിയപ്പോൾ, രഞ്ജിപ്പുണ്ടാക്കിയപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് മുനാഫിക്കീങ്ങളുടെ സ്വഭാവമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. അപ്പോൾ മഹാൻ ഇമാം ഖഹ്താനി റഹ്മഹുല്ലാഹ് നിഫാഖ് രണ്ട് തരമാണെന്നാണ് പറഞ്ഞത്. ഒന്ന് വിശ്വാസപരമായത്, രണ്ട് കർമ്മപരമായത്. വിശ്വാസപരമായ 6 എണ്ണമാണ് നാം വിശദീകരിച്ചത്. ഇനി കർമ്മപരമായ നിഫാഖ് എങ്ങനെയാണ്? ഞാൻ പെട്ടെന്ന് സമയത്തിൻ്റെ കുറവ് മൂലം പെട്ടെന്ന് വിശദീകരിക്കുകയാണ്. കർമ്മപരമായ നിഫാഖ് 5 എണ്ണമാണ്. ഇത് ഒരാളിലുണ്ടായാൽ അയാൾ മതത്തിൽ നിന്ന് പുറത്തൊന്നും പോകൂല. പക്ഷേ മുനാഫിക്കിൻ്റെ സ്വഭാവം അവനിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ യഥാർത്ഥ മുനാഫിക്കായിട്ട് ഇനി മാറാൻ പോകും. എന്തൊക്കെയാണ് കർമ്മപരമായ അമലിൽ വരുന്ന നിഫാഖുകൾ? ഒന്നാമതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദ്ദസ കദബ, സംസാരിക്കും എന്ത് ചെയ്യും, കളവ് പറയും. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം നമുക്കറിയാം ഇത് കളവാണ് എന്ന് നമുക്കറിയാം, പക്ഷെ എല്ലാവരും ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന സഈമുൻ ബിബൈത്തിൻ ഫി വസ്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ നടുവിലൊരു വീടുണ്ടെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അവർക്ക് ഞാൻ ജാമ്യം നിൽക്കുന്നുണ്ട്, സ്വർഗത്തിൻ്റെ നടുവിലൊരു വീട് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ആരാണ് ആ വിഭാഗം? ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശക്ക് പോലും കളവ് ഒഴിവാക്കുന്ന ആളുകൾ. തമാശക്ക് പോലും നമുക്കറിയാം നമ്മൾ പറയാൻ പോണ ഈ കാര്യം കളവാണ്, പക്ഷെ നമ്മളത് പറയണത് എന്തിനാ? ഒരു കോമഡിക്ക് വേണ്ടിയിട്ടാണ്, ആളുകളത് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇത് പറഞ്ഞാൽ 4 ആളുകൾ ചിരിക്കും, വേറൊന്നും നമ്മൾ ഉദ്ദേശിക്കണില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തമാശക്ക് പോലും കളവ് ഒഴിവാക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ നടുഭാഗത്ത് വീടുണ്ട് എന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ കളവ് പറയാന്നുള്ളത് മുനാഫിക്കിൻ്റെ അടയാളാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു, വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം നൽകിയാൽ എന്ത് ചെയ്യും? ലംഘിക്കും. മൂന്നാമത് പറഞ്ഞു, വഇദാ തുമന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ചില ആളുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, കാര്യമൊക്കെ ശരി തന്നെയാണ്, വലിയ ദീനി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളൊക്കെ തന്നെയാണ്, പക്ഷെ ആ മനുഷ്യനെ വിശ്വസിച്ചാൽ അയാൾ ചതിക്കും. നമ്മളെ കുറിച്ചിട്ട് ഒരാൾ പോലും അങ്ങനെ പറയാൻ പാടില്ല. വൈദാ ഖാസമ ഫജറ, തെറ്റിയാലോ മോശപ്പെട്ട വാക്കുകളായിരിക്കും അയാളുടെ നാവുന്ന് വരിക. വൈദാ അഹദ ഗദറ, കരാർ നൽകിയാൽ ലംഘിക്കും. ഇതൊക്കെയാണ് കർമ്മപരമായ നിഫാഖിൻ്റെ അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. മഹാനായ താബിഈ പണ്ഡിതൻ വഹബ് ബിൻ മുനബ്ബിഹ് റഹ്മഹുല്ലാഹ് പറയാണ്, മുനാഫിക്കിൻ്റെ അടയാളം 3 രൂപത്തിലാണ്. അദ്ദേഹം മുനാഫിക്കിൻ്റെ അടയാളം 3 രൂപത്തിൽ എണ്ണി. ഈ 3 രൂപം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഒന്നാമതായി അദ്ദേഹം പറയാണ്, തനിച്ചാണെങ്കിൽ അയാൾ മടി കാണിക്കും. ഇപ്പോൾ ഒറ്റക്കാണെങ്കിൽ നിസ്കാരത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടാകില്ല, ദീനി രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടാകില്ല. അങ്ങനെ അയാൾ ഒറ്റക്കാണെങ്കിൽ മടി കാണിക്കുന്ന ആളാണ്. അതാണ് മുനാഫിക്കിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? അവൻ്റെ കൂടെ വല്ലവരും ഉണ്ടെങ്കിൽ ഉന്മേഷത്തോടു കൂടി ഭയങ്കര ആക്റ്റീവായിരിക്കും. 4 ആൾ കാണാനുണ്ടെന്ന് തോന്നിയാലോ
പിന്നെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധയാണ്, അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ആളുകളെ കൊണ്ടാനൊക്കെ മുമ്പിലുണ്ടാകും. ദീനി രംഗത്ത് പ്രവർത്തിക്കാനൊക്കെ അവൻ മുമ്പിലാണ്, നല്ല ആക്റ്റീവാണ്, നല്ല ഉന്മേഷമുണ്ട്. എന്നാൽ ഒറ്റക്കായാലോ മടി കാണിക്കുന്ന ആളാണ്. മൂന്നാമത്തെ മുനാഫിക്കിൻ്റെ ലക്ഷണമായി കൊണ്ട് വഹബ് ബിൻ മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി പറയാണ്, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രശംസ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ദീനി രംഗത്തോ ഭൗതികപരമായ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഞാനൊരു കാര്യം ചെയ്യുമ്പോഴേക്ക് ആളുകൾ എന്നെ പ്രശംസിക്കണം, ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മുനാഫിക്കാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. വലിയ മുനാഫിക്കും വലിയ നിഫാക്കും ചെറിയ നിഫാക്കും തമ്മിൽ 3 വ്യത്യാസങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇപ്പോൾ വലിയ നിഫാക്കും പറഞ്ഞു, കർമ്മപരമായ നിഫാക്കും പറഞ്ഞു, വിശ്വാസപരമായ നിഫാക്കും പറഞ്ഞു. ഇത് രണ്ടിൻ്റെയും ഇടയിൽ വ്യത്യാസം എന്ന് പറഞ്ഞത് 3 എണ്ണമാണ്. ഒന്നാമതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വലിയ നിഫാക്ക് കാരണം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ വിശ്വാസപരമായ നിഫാക്ക് ഒരാളിലുണ്ടെങ്കിൽ അവന് ദീനിൽ നിന്ന് പുറത്താണ്. എന്നാൽ ചെറിയ നിഫാക്ക്, അമലിയായ നിഫാക്ക് ഉണ്ടെങ്കിലും അയാൾ ദീനിൽ നിന്ന് പുറത്തൊന്നും പോകില്ല. പക്ഷെ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. രണ്ടാമത്, വലിയ നിഫാക്ക് വിശ്വാസിയിലുണ്ടാകാൻ സാധ്യതയില്ല. ഈ വിശ്വാസപരമായ നിഫാക്ക് വിശ്വാസിയിലുണ്ടാകും. കാരണം യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാകൂല, ഈ വിശ്വാസപരമായ നിഫാക്ക് ഉണ്ടാകൂല. എന്നാൽ ചെറിയ നിഫാക്ക്, അമലിയിലുള്ള പിന്നെ കർമ്മപരമായിട്ടുള്ള നിഫാക്കോ, അത് വിശ്വാസിയിലും മുനാഫിക്കിൻ്റെ മുഅ്മിനിൻ്റെ ജീവിതത്തിലും ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം, വലിയ നിഫാക്ക്, വിശ്വാസപരമായ നിഫാക്ക് ഒരാളിൽ ഉണ്ടായാൽ അയാൾ പെട്ടെന്ന് പശ്ചാത്തപിക്കുന്നില്ല. എന്നാൽ ചെറിയ നിഫാക്ക്, കർമ്മപരമായ നിഫാക്ക് ഒരാളിൽ ഉണ്ടായാലോ അയാൾ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങും. ഇനി അതേപോലെ തന്നെ ഇപ്പം നിഫാക്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞില്ലേ, ഈ നിഫാക്കിൻ്റെ ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടോയെന്ന് എങ്ങനെ മനസ്സിലാക്കുക? 4 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ മുനാഫിക്കാണ്. നിഫാക്ക് അവൻ്റെ ജീവിതത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് നിസാഇന്റെ 142-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊൻ. തീർച്ചയായും മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു ആണ് അവനെ വഞ്ചിക്കാൻ നോക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. അതാണ് ഒന്നാമത്തെ ലക്ഷണം. മുനാഫിക്കിൻ്റെ ഒന്നാമത്തെ ലക്ഷണം, അവൻ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അലസന്മാരായിട്ടായിരിക്കും നിൽക്കുക. റബ്ബിൻ്റെ മുമ്പിലുള്ള മുനാജാത്താണ്, റബ്ബിനോടുള്ള സംഭാഷണമാണ് എന്ന ചിന്ത ഒന്നുമില്ല. അലസന്മാരായിട്ടായിരിക്കും അവർ നിസ്കാരത്തിൽ നിൽക്കുക. യുറാഊനന്നാസ്, അതാണ് രണ്ടാമത്തെ ലക്ഷണം. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുക. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അവൻ വളരെ കുറച്ച് മാത്രമേ അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ. ഇതാണ് 3 ലക്ഷണമായി പണ്ഡിതന്മാർ പറയുന്നത്. 4-ാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? സുബഹി നമസ്കാരവും ഇശാ നിസ്കാരവും മുനാഫിക്കിന് പ്രയാസമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്കറ സ്വലാത്തിൻ അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. സുബഹി നമസ്കാരവും ഇശാ നിസ്കാരവും മുനാഫിക്കിന് ഏറ്റവും പ്രയാസകരമായ നിസ്കാരമാണ്. നമ്മൾ ഓരോരുത്തർ ആലോചിക്കുക, നമുക്കിന്ന് എത്ര പേർക്ക് സുബഹി ജമാഅത്ത് കിട്ടിയിട്ടുണ്ട്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് അവസാനിപ്പിക്കണം എങ്ങനെയാണെന്നറിയോ? ഈ 2 നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എങ്ങാനും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവന് നടന്നു വരാൻ കഴിയില്ല. ചിലപ്പോൾ ഇഴഞ്ഞിട്ടാണ് വരിക. അങ്ങനെ ഇഴഞ്ഞിട്ടെങ്കിലും അവൻ പള്ളിയിലേക്ക് വരുമായിരുന്നു. കാരണം അത്രത്തോളം ഈ നിസ്കാരത്തിൻ്റെ പ്രാധാന്യമുണ്ട്. സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്, നമ്മളൊക്കെ ഉറക്കത്തിൽ പെടാം. പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, മനുഷ്യ സഹജമാണ് ഉറക്കിൽ പെടുക എന്നുള്ളത്. പക്ഷേ പിന്നെ സുബഹിക്ക് എണീക്കണമെന്ന ചിന്തയില്ലാതെ ജീവിക്കുന്നൊരു ജീവിതം ഉണ്ടല്ലോ, അത് വളരെ അപകടമാണ്. ഉറക്കത്തിൽ പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ രാവിലെ എണീക്കണം, അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം എന്ന ചിന്തല്ല, ഒരു രൂപത്തിലുള്ള ചിന്തയില്ലാതെ ഉറങ്ങുക എന്നുള്ളത് അത് ഏറ്റവും വലിയ അപകടമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും നാം സൂചിപ്പിച്ചത് നിഫാക്ക് 2 രൂപത്തിലാണ്. വലിയ നിഫാക്കും ചെറിയ നിഫാക്കിൻ്റെ വ്യത്യാസങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിഫാക്ക് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? നിഫാക്ക് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതൊന്ന് രക്ഷപ്പെടണ്ടേ. 4 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞു, നിഫാക്ക് രക്ഷ ലഭിക്കാൻ ഒന്നാമതായി ചെയ്യേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി 40 ദിവസം ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുക. തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി 40 ദിവസം, അഥവാ പള്ളിയിൽ വന്ന് ഇമാമിൻ്റെ കൂടെ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ഒന്നാമത്തെ തക്ബീർ കൊട്ടുമ്പോൾ തുടങ്ങിയിട്ട് 40 ദിവസം അയാൾക്ക് 5 വഖത്ത് നിസ്കാരം കിട്ടുകയാണെങ്കിൽ
അവന് നിഫാഖിൽ നിന്ന് രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സല്ലല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ. 40 ദിവസം ഒരാൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. എങ്ങനെ? യുദ്രികു തക്ബീറത്തൽ ഊലാ കുതിബത ലഹു ബറാഅത്താൻ. ഒന്നാമത്തെ തക്ബീർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ടല്ല, ഇമാം ഒന്നാമത്തെ തക്ബീർ കൊട്ടുമ്പോൾ തന്നെ അയാൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ 2 കാര്യത്തെ തൊട്ട് അവൻ സുരക്ഷിതനാണ്. ഒന്നാമത്തെ വിഷയം ബറാഅത്തും മിനൻ നാരി വ ബറാഅത്തും മിനൻ നിഫാഖ്. ഒന്ന് നരകത്തെ തൊട്ടിട്ടുള്ള സുരക്ഷയാണ്, 2 നിഫാഖിനെ തൊട്ടിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ആലോചിക്കണം, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കണം. സ്വാഭാവികമാണ്, പലപ്പോഴും നമുക്ക് മിസ്സാകാറുണ്ട്. മനഃപൂർവ്വം ഒഴിവാക്കല്ല, പക്ഷേ പല ഷുഗുലിലും പെട്ടിട്ടത് മിസ്സാകലാണ്. പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2ാമത്തെ വിഷയം സൽസ്വഭാവം ഉണ്ടാവുക, ദീനി വിഷയങ്ങളിൽ അറിവ് നേടുക. ഇതൊരാൾ നേടുകയാണെങ്കിൽ അവന് നിഫാഖ് എന്ന സുരക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസ്ലതാനി ലാ തജ്തമിയാനി ഫീ മുനാഫിഖിൻ. 2 സ്വഭാവങ്ങളും മുനാഫിക്കിൽ ഒരുമിക്കൂല. ഒന്ന് സൽസ്വഭാവം, 2 ദീനി വിജ്ഞാനത്തോടൊരു താല്പര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ നേരെ മഫ്ഹൂം മുഖാലഫ എന്താണ്? നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഒരാൾക്ക് ദീനി വിജ്ഞാനത്തോടൊരു താല്പര്യമില്ലെങ്കിൽ അവന് നിഫാഖിൻ്റെ അടയാളം ഉണ്ട് എന്നുള്ളതാണ്. ദീനി വിജ്ഞാനത്തോട് താല്പര്യമില്ല, അത്തരം ക്ലാസ്സുകളിൽ വന്നിരിക്കാൻ തോന്നുന്നില്ല. നമ്മൾ എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസ് ഓർത്തു വെക്കണം, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ പാണ്ഡിത്യം കൊടുക്കും, അവന് സൗന്ദര്യം കൊടുക്കും, സമ്പത്ത് കൊടുക്കും, വലിയ രൂപത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ നൽകും, അതേപോലെ തന്നെ നല്ല ഭാര്യയെ നൽകും, നല്ല മക്കളെ നൽകും എന്നൊന്നല്ല പറഞ്ഞത്. അയാൾക്ക് ദീനിൽ പാണ്ഡിത്യം കൊടുക്കും. അപ്പം ദീനി സദസ്സിൽ വന്നിരിക്കാൻ, ദീനി വിജ്ഞാനം പഠിക്കാൻ ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ അള്ളാഹു ആ മനുഷ്യന് ഖൈർ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ സാമ്പത്തികമായി നല്ല മെച്ചം ഉണ്ടാകും, 10,000 ലക്ഷക്കണക്കിന് റിയാലുകൾ അയാളുടെ ബാങ്ക് ബാലൻസിൽ ഉണ്ടാകും. പക്ഷെ അള്ളാഹു അയാൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ 2ാമതായി ചെയ്യേണ്ടത് സൽസ്വഭാവവും ദീനി പഠനവുമാണ്. 3ാമതായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുഹിബ്ബുനി ഇല്ലാ മുഅ്മിനുൻ വലാ യബ്ഗുദുനി ഇല്ലാ മുനാഫിഖുൻ. മുഅ്മിൻ അല്ലാതെ എന്നെ സ്നേഹിക്കുകയില്ല, മുനാഫിഖ് അല്ലാതെ എന്നെ വെറുക്കുകയില്ല. അപ്പം നമ്മൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വ വാലിദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വരെ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുകയില്ല. എല്ലാത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 3ാമത്തത്. ഒന്ന് പറഞ്ഞു 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ജമാഅത്ത് നിസ്കാരം. 2 സൽസ്വഭാവം, അതേപോലെ തന്നെ ദീനി പഠനം. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. 4ാമതായിട്ട് പറഞ്ഞു അൻസാരികളായ സ്വഹാബത്തിനെ സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈമാനിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ അൻസാരികളോടുള്ള ഇഷ്ടമാണ്. നിഫാഖിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ അൻസാരികളായ സ്വഹാബത്തിനോടുള്ള വെറുപ്പാണ്. നമ്മൾ അൻസാരികളായ സ്വഹാബികളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുക. അതുകൊണ്ട് ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നാം ഒരിക്കലും ഇരുമുഖ സ്വഭാവത്തിൻ്റെ ഉടമയാകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ശർറന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി, ഏറ്റവും ദുഷിച്ച വ്യക്തി ആരാണ്? ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ദുൽ വജ്ഹൈൻ, ഇരുമുഖമുള്ള ആളാണ്. അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ. ഒരു വിഭാഗം ആളുകൾ അരികിൽ ചെല്ലുമ്പോൾ അവൻ അവൻ്റെ ആളായിട്ട് നിൽക്കും, എന്നാൽ വേറെ ചില ആളുകൾ അരികിലേക്ക് ചെല്ലുമ്പോഴോ അവരുടെ ആളായിട്ട് നിൽക്കും. അങ്ങനെ ഇരുമുഖ സ്വഭാവത്തിൻ്റെ ഉടമ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മളുടെ അരികിലേക്ക് വന്നിട്ട് നമ്മൾ ഭയങ്കര സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കും. ആ സദസ്സിൽ നിന്ന് അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോയാലോ പിന്നെ നമ്മളെ കുറ്റവും പറയും. മുനാഫിക്കിൻ്റെ അടയാളമാണ്. ശരിക്കും നമ്മൾ ഭയപ്പെടണം. ഇരുമുഖ സ്വഭാവത്തിൻ്റെ ഉടമയാക്കരുത്. നമ്മളിൽ ഒരാളിൽ ഒരു പോരായ്മ കണ്ടാൽ, ഒരാൾ തെറ്റ് കണ്ടാൽ അയാളോട് മാന്യമായി പറയാൻ കഴിയണം. പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ തെറ്റ് കണ്ടിട്ട് ഞാൻ അയാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എനിക്കതിന് കൂലിയാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും ഉണ്ടാകണം എന്താണ്? ഒരാളിലൊരു തിന്മ ഉണ്ടെങ്കിൽ അയാളോട് മാത്രം പറയില്ല, ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും പറയും. അപ്പോൾ കിട്ടുന്നതൊക്കെ കുറ്റാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇരുമുഖ സ്വഭാവത്തിൻ്റെ ഉടമയാകരുത്. നമ്മളൊക്കെ യഥാർത്ഥ മുഅ്മിനാണ്.
അത്തരം സദസ്സിൽ ഒരുമിച്ചിരുന്ന് ആ സദസ്സിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് എണീക്കാൻ വേണ്ടി കാത്തുകയാണ്, എന്നിട്ട് അയാളെ കുറ്റം പറയാൻ. പിന്നെ എന്ത് പിന്നെ ഈമാനാണ് നമുക്കുള്ളത്, പിന്നെ എന്ത് സലഫിയത്താണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഒരിക്കലും ഇരുമുഖ സ്വഭാവത്തിൻ്റെ ഉടമയായി നാം മാറാൻ പാടില്ല. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നിഫാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം സൂചിപ്പിച്ചത്. ആ നിഫാഖിൽ നിന്ന് ഭയപ്പെടാനും അതിൽ നിന്ന് രക്ഷ നേടാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.